ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. ആൻഡ് ഇന്ന് ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞ് ഞാനിപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാനിപ്പം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കോഴിക്കോട്ടിലോട്ട് ട്രെയിൻ കയറും. എൻ്റെ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ട്രെയിനിക്ക് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചേഞ്ച് ചെയ്യാനുള്ളൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. എനിക്ക് ആക്ച്വലി നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്. ഇഗ്നോർ മൈ ഫേസ് ആൻഡ് മൈ ഹെയർ. ട്രെയിൻ കയറിയിട്ട് കാണാം. ഞാൻ അങ്ങനെ കോഴിക്കോട് എത്തി. ആൻഡ് ഇവിടെ ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ, ഹലോ, ഹായ്. ഇതിൽ എൻ്റെ വ്ളോഗിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഹലോ പറ. എന്ത് ഹലോ പറയണെന്ന് പോയിക്കോ. പോസ് ഞാൻ പ്രിപ്പയർഡ് അല്ല. ആദ്യം രാജേഷിനെ കാണിക്കും. ആൻഡ് ഇത് മിസ്റ്റർ രാജേഷ്. ഹായ്, ഹലോ. ഞങ്ങളിപ്പോ ഇവിടെ കാലിക്കറ്റ് മെയിൻ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഫാമിലി. എൻ്റെ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ കോഴിക്കോട് ബീച്ചിലാണ്. ആക്ച്വലി ഇപ്പോ 11 മണിയായി. ഹായ്. ബീച്ച് ബീച്ച് കൊള്ളാം. ഇവിടെ ലൈറ്റ് ഉള്ളത്. ഞാൻ ആര് ചേച്ചിനെ ആദ്യമായിട്ട് വ്ളോഗിൽ കൊണ്ടുവരുന്നത്. ക്യാമറ ഷൈ ഒന്നുമില്ല ഇവിടെ. അങ്ങനൊന്നും പറയണ്ട. എന്റെ യൂട്യൂബ് വീഡിയോ പിന്നെ നമ്മൾ സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഓക്കെ, നീ എങ്ങനെ ഇവിടെ എത്തി? ഇവര് ഒരു ദിവസം മുന്നേ ഇവിടെ എത്തി. ഞാൻ ഇപ്പോഴാണ് വരുന്നത്. നമ്മൾ സ്കൂട്ടി കയറി. ആൻഡ് ഇത് നമ്മുടെ റാപ്പിഡോ ഡ്രൈവർ. സൂക്ഷിച്ച് ഓടിച്ചോ. പറ. One eternity later. റൂം എത്തി. ഹലോ ഗൈസ്, നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എങ്ങോട്ടാ പോകുന്നത്? എന്ത് പറയുന്ന ആശിഷി കോഴിക്കോട് വന്നിട്ട് എങ്ങനെയുണ്ട്? കോഴിക്കോട് വന്നിട്ട് അടിപൊളിയുണ്ട്. ഫാൻ അടിച്ച് മരിക്കും. ഞാൻ വേറെ ഉടുപ്പൊന്നും കൊണ്ടുവന്നില്ല. ഈ ഒരു ഉടുപ്പ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ബിക്കോസ് ഞാൻ വീട്ടിൽ നിന്നല്ലായിരുന്നു വന്നത്, അതുകൊണ്ടാണ്. എന്നാലും കോഴിക്കോട് വന്നിട്ട് ലുലു മോള് കണ്ടില്ലെങ്കിൽ മോശമല്ലേ? മോശമല്ല ആണ്. വികലാംഗ ശേഷിയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന ഇതാ കുഴപ്പം. ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റിലുള്ള എന്ത് വാങ്ങിക്കാൻ? വെള്ളം. ഇവിടെ മൈക്ക്. ഇനി മുതൽ നീയാണ് എൻ്റെ വീഡിയോഗ്രാഫർ. അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ നീ എൻ്റെ ബാക്കിൽ വരണം. പുറകിൽ വന്നോ. നമ്മൾ ലുലു മോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ മിഠായി തെരുവിലോട്ട് പോവാണ്. ആക്ച്വലി അവരൊക്കെ അന്ന് പോയി മിഠായി തെരുവിലോട്ട്. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എന്നെ കൂടെ കാണിക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. ആൻഡ് അത് കഴിഞ്ഞ് ബീച്ചിൽ പോകും. ബീച്ചിൽ ആക്ച്വലി നമ്മൾ ഇന്നലെ പോയി, പക്ഷെ അത് നൈറ്റ് ആയിരുന്നു. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ? യെസ്. ബ്രോ എന്തൊക്കെയോ ഭാഷ സംസാരിക്കുന്നുണ്ട്. ഇത് ഏതാ ഭാഷ എന്ന് അറിയില്ല. ആളെന്താ സംസാരിക്കുന്നത്? അറബിയാണോ? ഗൈസ്, വി ആർ അറ്റ് മിഠായി തെരുവ്. ഇവിടെ രണ്ട് സൈഡ് ഫുൾ സ്ട്രീറ്റ് ഷോപ്സ് ആണ്, രണ്ട് സൈഡും. ഞാനിങ്ങനെ സെൽഫി സ്റ്റിക്ക് പിടിച്ചോണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും എന്നോട് വ്ളോഗറാണോ ചോദിക്കുക. അപ്പോൾ എനിക്ക് എന്തോ പോലെ അല്ലേ? അതെ, ആരും കാണാത്ത വ്ളോഗർ എന്നാ വിചാരിക്കുക. ആർക്കും അറിയില്ല ഈ കുട്ടീനെ. വ്ളോഗർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആർക്കും അറിയില്ലല്ലോ. അടിച്ചെരിപ്പൊട്ടി കർമ്മ ഉണ്ട്. അതിന്റെ ഫലം നമ്മളെല്ലാവരും അനുഭവിക്കുന്നു. പോവാം. കഴിഞ്ഞില്ലേ? നമ്മളിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനി നേരെ പാലക്കാട്ടിലോട്ട് ട്രെയിൻ കയറും. ഇന്ന് ഇവിടെ നിന്ന് നമ്മളുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ബൈ ബൈ കോഴിക്കോട്. നമ്മളിപ്പോൾ കോഴിക്കോട് ട്രെയിന് കയറിയിരിക്കുകയാണ്. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പാലക്കാട് എത്തും.
നമ്മളൊരു 5 മിനിറ്റ്സ് കൊണ്ട് ഇപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് റീച്ച് ആവും. എല്ലാവരും ഉറക്കത്തിലായിരുന്നു ഇത്ര നേരം, ഞാൻ ഉറങ്ങിയില്ല. ഫൈനലി റീച്ച്ഡ് അറ്റ് പാലക്കാട്. കോഴിക്കോട് ട്രിപ്പ് കഴിഞ്ഞ് വീടെത്തിരിക്കുകയാണ് ഫൈനലി. ഇത് എൻ്റെ അമ്മ, ഇത് വല്യമ്മ, ഇത് ചെയ്യും. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.